നമസ്തേ, സബാൽ ഖേർ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നിത്യേന നിയമേന യോഗ, ഗൃഹേ ഗൃഹേ യോഗ എന്ന സന്ദേശം നമുക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കാം. ഇന്നും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിഴിച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ശരീരത്തിൻ്റെ ഡിറ്റോക്സ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മളതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്താൽ ശരീരം അതിനെ ക്ലെൻസ് ചെയ്തിട്ട് എനർജൈസ് ചെയ്തുകൊള്ളും. സ്പൈൻ ക്ലെൻസിങ്ങിന് നമ്മൾ ഇതുകൊണ്ട് സ്പൈൻ ട്വിസ്റ്റിങ് വളരെ പ്രധാനമാണ്. ഇത് എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ്, കസേര ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും വെറുതെ ചെയ്യാവുന്നൊരു ട്വിസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ 180 ഡിഗ്രിയിൽ നമ്മളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. 180 ഡിഗ്രിയിൽ ഞാനിപ്പോൾ ഇരിക്കാൻ പോകുന്നത് ഭദ്രാസനത്തിലാണ്. ഭദ്രാസനം, കാൽപാദങ്ങൾ ചേർത്ത് കൊടുത്തു. കണ്ടോ, പാദങ്ങൾ ചേർത്ത് കൊടുത്തു. ഒരു കൈ കൊണ്ട് ഞാൻ ഈ പാദങ്ങളെ പിടിച്ചു. അടുത്ത കൈ എൻ്റെ സ്പൈനിൻ്റെ നേരെ ബാക്കിൽ ഒരു 6 ഇഞ്ച് അകലത്തിൽ വെച്ചു. കണ്ടോ, ഇതാണ്. അപ്പോൾ ഇവിടെ വരും കൈ. ഇത് ഇനി എൻ്റെ കൈയെ ഞാൻ ഈ വശത്തേക്ക് സ്ട്രേറ്റ് ചെയ്യണം. ഈ പോസ്റ്ററിൽ നിന്നിട്ട് ഷോൾഡറിനെ ബാക്കിലേക്ക് ഓപ്പൺ ചെയ്ത് മെല്ലെ ശ്വാസോച്ഛ്വാസം ചെയ്യണം. ഇവിടെ സുഖമായിട്ട് കിട്ടിയെന്ന് തോന്നിയാൽ നമുക്ക് ഈ കയ്യെ ഇവിടേക്ക് കൊടുക്കാം. ഒരു 3-5 ശ്വാസം കഴിഞ്ഞിട്ട് മെല്ലെ കൈ അയച്ച് കൊണ്ടുവരിക. 2 കൈയും ഇതേപോലെ കാൽപാദങ്ങളിൽ കൊണ്ടുവന്നതിന് ശേഷം അടുത്ത കൈ വീണ്ടും ബാക്കിൽ, ലെഫ്റ്റ് ഹാൻഡ് ബാക്കിൽ പോവുകയാണ്. ബാക്കിൽ വന്ന് സ്പൈനാണ്, സ്പൈൻ്റെ ബാക്കിലേക്ക് വന്നു. ഇനി ഇത് കണ്ടോ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇവിടെ വന്ന് കംഫർട്ടബിളായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ വലത് കൈ എടുത്തതിന് ഇടത് കാൽമുട്ടുകളിലേക്ക് വയ്ക്കുക. നാലോ 5 ശ്വാസം കഴിഞ്ഞതിന് ശേഷം മെല്ലെ തിരിച്ചു വന്നു. സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ്, ഒരു ട്വിസ്റ്റിംഗ് ആസനമാണ്, തിര്യകാസനാണിത്. ട്വിസ്റ്റിംഗ് ആസനാണിത്, വളരെയേറെ നല്ലതാണ്. ഇതിൽ നിന്നുകൊണ്ട് പതുക്കെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നെക്കിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക ചെയ്യുമ്പോൾ നെക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ അസ്വസ്ഥതകളിൽ നിന്നും ഒരു മോചനം കിട്ടും. പിന്നെ സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഒക്കെ ഉണ്ടാവുന്നവർക്ക് മിക്കപ്പോഴും ശിരസിന് ചൂടുണ്ടാവും. നമ്മുടെ ഈ ഏരിയയൊക്കെ ഭയങ്കര പെയിനായിരിക്കും. ആ പെയിനിൽ നിന്നും ഈ ചൂടിൽ നിന്നുമൊക്കെ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ട്വിസ്റ്റിംഗ് നല്ലതാണ്. എത്ര തവണ ചെയ്യണം എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും, പല സംശയങ്ങളുണ്ട്. അപ്പോൾ കംഫർട്ടബിളായിട്ട് ഒരു തവണ റൈറ്റിലേക്ക് 5 ചെയ്യാം, ലെഫ്റ്റിലേക്ക് 5 ചെയ്യാം. അങ്ങനെ ഒരു ടേൺ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്തൊരു ടേൺ ചെയ്താൽ മതി. അപ്പോൾ സുഖകരമായി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നതിന് ശേഷം കൈ പിടിച്ചിട്ടുണ്ട്, ചിന്ന് മുന്നോട്ടാക്കി. ഒരു 4-5 തവണ ചിന്നിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം മുമ്പോട്ട്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.